ഓയിങ് ടു പഠിച്ചല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ ഓർഡർ ടു എന്ന് പറയുന്ന പ്രയോഗമാണ്. അതിനായി, അതിനു വേണ്ടി. ഇൻ ഓർഡർ ടു അതിനായി, അതിനു വേണ്ടി എന്നാണ് ഇതിനർത്ഥം. ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞാൽ സോ ദാറ്റ്, അല്ലെങ്കിൽ ടു ഓർ ദ പർപ്പസ് ഓഫ്, എന്തിൻ്റെയെങ്കിലും ഒരു പർപ്പസ് പറയുമ്പോൾ അതിനു വേണ്ടി, അതിനായി, അതിനു വേണ്ടി, അതിനായി. ഇൻ ഓർഡർ ടു. നോക്കാം നമുക്ക് ഉദാഹരണങ്ങൾ. ഒന്ന്, ഹി എക്സസൈസസ് ഡെയിലി ഇൻ ഓർഡർ ടു സ്റ്റേ ഫിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ എക്സസൈസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു സ്റ്റേ ഫിറ്റ്, ഫിറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഫിറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. സ്റ്റേ ഫിറ്റ്, ഫിറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. ഷീ എക്സസൈസസ് ഡെയിലി, അവൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നു. അടുത്ത ഉദാഹരണം നോക്കിയേ. ഹി ലെഫ്റ്റ് ഏർലി ഇൻ ഓർഡർ ടു ക്യാച്ച് ദ ബസ്. എന്തിനാണ് അങ്ങേര് നേരത്തെ പോയത്? എന്തിനാണ് അദ്ദേഹം നേരത്തെ തന്നെ വിട്ടത്? ഹി ലെഫ്റ്റ് ഏർലി ഇൻ ഓർഡർ ടു ക്യാച്ച് ദ ബസ്. ബസ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ബസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പോയാലേ ബസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻ ഓർഡർ ടു ക്യാച്ച് ദ ബസ് ഹി ലെഫ്റ്റ് ഏർലി. ഇതാണ് ഇൻ ഓർഡർ ടു എന്ന് പറയുന്ന വേർഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസുകൾ നോക്കാം. ഇൻ ഓർഡർ ടു. ഇൻ ഓർഡർ ടു. കൃത്യസമയത്ത് സ്കൂളിലെത്താൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേൽക്കും. I wake up early in order to reach school on time. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അവൻ പതുക്കെ സംസാരിക്കുന്നു. He speaks slowly in order to help us understand. ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനായി ഞാൻ ദിവസവും വ്യായാമം ചെയ്യുന്നു. I exercise daily in order to stay healthy. വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി അയാൾ ഫാൻ ഓഫ് ചെയ്തു. He turned off the fan in order to save electricity. കൊതുകുകൾ കടക്കാതിരിക്കുന്നതിനായി ഞാൻ വാതിൽ അടയ്ക്കുന്നു. I close the door in order to keep mosquitoes out.